എൻ്റെ പേര് അതിശ്വ മോഹൻ. ഞാൻ രഘുറാം എന്ന് പറഞ്ഞ മൂവിയിൽ നായികയായിട്ടാണ് ചെയ്യുന്നത്. മലയാളത്തിലും തമിഴിലും റിലീസുണ്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആക്ഷൻ മൂവി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. സാനു ചാവക്കാടൻ സാറിൻ്റെ 7ാമത്തെ മൂവിയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. പിന്നെ തമിഴിലെ ആദേശ് ബാല എന്ന് പറഞ്ഞ സാറാണ് ഇതിൽ ഹീറോ ആയിട്ടുള്ളത്. പിന്നെ രമ്യ പണിക്കർ, സമ്പത്ത് റാം. ഇപ്പോൾ കാന്താര മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നല്ലൊരു ക്യാരക്ടർ സമ്പത്ത് സാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഇതിൽ എൻ്റെ ക്യാരക്ടർ നെയിം വന്നിട്ട് മരിയ സുവ എന്നാണ്. ഒരു എന്താ പറയുക, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതെ അതെ, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ എന്താ പ്രേക്ഷകരുടെ കയ്യിലാണ്. സപ്പോർട്ട് ചെയ്യുക. ഡിസംബറിൽ ഞങ്ങളുടെ മൂവി റിലീസ് ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ലൊക്കേഷൻ മലപ്പുറത്തുണ്ടായിരുന്നു, പിന്നെ കോതമംഗലം, പിന്നെ എറണാകുളം. കൂടുതലും ആക്ഷൻ ആയതുകൊണ്ടിട്ട് എന്താണ് ഇൻഡോർ ഷൂട്ടും ഔട്ട്ഡോറും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ട് വന്നിട്ട് കോതമംഗലത്തായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം മഴയും ക്ലൈമറ്റ് ചേഞ്ചസ് ഉള്ളത് കൊണ്ടിട്ട് ഫോറസ്റ്റിനുള്ളിലായിരുന്നു. അപ്പോൾ അറിയാലോ, സ്വാഭാവികമായിട്ടും കാട്ടിനുള്ളിൽ നമുക്ക് മഴയുള്ളൊരു സമയത്ത് ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഒരു സോങ് ഉണ്ട്, ഒരു ട്രൈബൽ സോങ് ഉണ്ട്. എന്തോ? ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു മലയാളം മൂവി ചെയ്തു സെക്കൻഡ് ഹീറോയിനായിട്ട്. ന്യൂ ഫേസ് ആണ് എല്ലാവരും. മധു അമ്പാട്ട് സാറാണ് ക്യാമറ, ജോർജ് സാർ ഡയറക്ഷൻ. അത് റിലീസാകാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ്. എന്തോ? പുതിയൊരു തമിഴ് മൂവി എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഇയർ ജനുവരിയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഉണ്ടാവും. അതെ, ഉണ്ടാവും. തമിഴിലും മലയാളത്തിലുമാണ് റിലീസ്. എല്ലാരും വെയിറ്റിംഗ് ആണ് ആക്ച്വലി. കാരണം ഇതൊരു ആക്ഷൻ മൂവിയാണല്ലോ. അപ്പോൾ എല്ലാരും എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ മാർക്കോ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയപ്പോൾ അതിലൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇതിലേക്ക് ഓഡീഷന് പോയി സെലക്ട് ചെയ്തതിന് ശേഷം അന്നാണ് ഞാൻ ഈ മാർക്കോന്റെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈനു സാർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതുപോലത്തെ 1-2 സീൻസ് വേണം എന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തോ? റിലീസ് ഡിസംബർ. ഡേറ്റ് കൺഫേം അല്ല, ഡിസംബറിൽ റിലീസ് ഉണ്ടാവും. അതെ ഞാനും എല്ലാവരും തിയേറ്ററിൽ വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പോൾ എല്ലാവരും വരിക, തിയേറ്ററിൽ വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.